വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം കാറ്റിൽ പറത്തി പച്ചക്കുപ്പായവും പച്ച തലയിൽ കെട്ടുമുള്ള ആരെയും ഔലിയാ പരിവേഷം നൽകി സമസ്തക്കാർ കൊണ്ടു നടക്കുന്നു. കുളിക്കാത്ത, നനക്കാത്ത, പല്ല് തേക്കാത്ത, നഖം മുറിക്കാത്ത, നമസ്കരിക്കാത്ത ഔലിയാക്കൾ മുതൽ ഓച്ചിറ ഉപ്പുപ്പ എന്ന ശൈഖുനയാൽ പേര് നൽകപ്പെട്ട കുപ്പസ്വാമി എന്ന കാഫിറായ മനുഷ്യൻ വരെയും സമസ്തക്കാർക്ക് യഥാർത്ഥ വലിക്കിന്റെ പട്ടികയിലാണ്. അത് നേരിൽ കാണുക. ഒന്നും വേണമെന്നില്ല. ഇപ്പൊ തങ്ങളാകാൻ, അഹ്ലുബൈത്താകാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും വേണ്ട. കേവലം ഒരു പച്ചപ്പുതപ്പും അതുപോലെ ഒരു വെള്ളത്തലപ്പാവും അതുപോലെ ഒരു നീണ്ട താടിയുമൊക്കെ ആയാൽ തന്നെ തങ്ങളുപ്പാപ്പയാകാം എന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ആളുകള്. കാരണം എന്താ? യഥാർത്ഥ അഹ്ലുബൈത്ത് ആരാന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. യഥാർത്ഥ അഹ്ലുബൈത്ത് എന്താണ് എന്ന് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നില്ല. എന്താണ് അഹ്ലുബൈത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താണ് അഹ്ലുബൈത്തിന് ഉണ്ടാകേണ്ട യോഗ്യത എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പച്ചപ്പുതപ്പും പച്ചത്തലപ്പാവും ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ ഔലിയാകാം, തങ്ങളാകാം, അഹ്ലുബൈത്തിൽ മെമ്പർഷിപ്പ് എടുക്കാം എന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇപ്പോ അല്ലെ, കുളിക്കാത്തവനും തങ്ങളാ, നനക്കാത്തവനും തങ്ങളാ, പള്ളി പോകാത്തവനും തങ്ങളാ, എന്ത് ചെയ്താലും തങ്ങളാണ്, അഹ്ലുബൈത്താണ്, ഔലിയാണ് അല്ലെ. ഈ കോലത്തില് വളരെ വ്യക്തമായി നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ നാടിന്റെ മുക്കുമൂലകളിൽ ഒരുപാട് തട്ടിപ്പ് വീരന്മാർ ജീവിക്കുന്നുണ്ട്. ഒരുപാട് തട്ടിപ്പ് വീരന്മാർ അല്ലെ. അവസാനം നമ്മൾ ഒരെണ്ണത്തിന് ജീവനോടെ കിട്ടി. കാര്യം മുമ്പ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുളിക്കാത്ത, നനക്കാത്ത, പല്ല് തേക്കാത്ത, പള്ളി പോകാത്ത, നമസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത, തെക്കാത്ത കൊടുക്കാത്തവൻ ഔലി എങ്ങനെ ആകുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശദീകരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. പലരും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ഔലിയാക്കന്മാരുണ്ടാവും. അവസാനം ജീവനോടൊരെണ്ണത്തിന് നമുക്ക് കിട്ടി. ജീവനോടെ കിട്ടി. ജീവനോടെ പിടിച്ചിടുന്നു. നോക്കണം ഔലിയാപ്പാപ്പന്റെ പ്രത്യേകത. മൂപ്പര ഒരു കറാമത്ത് തന്നെ ഭക്ഷണം കഴിക്കാറില്ല. ഭക്ഷണം ഇല്ലാതിട്ടില്ല, മൂപ്പര് കഴിക്കൂല. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാല്? മറ്റൊന്നുമല്ല. അപ്പൊ എനിക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് അത് മൂപ്പര പ്രശ്നം? മൂപ്പര് വിശദീകരിക്കുക, നിങ്ങളൊന്ന് കാണുക. ഭക്ഷണമൊക്കെ ഇതിനുള്ളിൽ തന്നെ വെച്ച് കഴിച്ചൂടെ? അതോ, നമ്മളെ വലത്തെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു ഇല്ലേ? ആ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചുമ്പോ തെങ്ങുണ്ട്, തെങ്ങ്, അതിന്റെ ഓലക്കടി വിഗും. വീണ വട്ടയില് നമുക്ക് പച്ചപ്പട്ട എടുത്തിട്ട് കത്തിച്ചാൻ പറ്റില്ല, അത് ഉണങ്ങി വിഗും. ചിലപ്പം വാസുവാക്യ മൂത്തത്തിൽ വെക്കും, ഇല്ലെങ്കിൽ മയമ്മ വാക്യ മൂത്തത്തിൽ വെക്കും. അത് ഈ കൈ കൊണ്ടെടുത്തിട്ട് അത് എല്ലാം പറ്റും. ഈ അടുപ്പിൽ ഇത് കത്തിച്ചുമ്പോ ഈ ഒലക്കടി 4 വട്ടം നീക്കും. അപ്പൊ കൈ വൃത്തിയാക്കി. ഞങ്ങളെ കൈമ ഈ ചരട് മന്ദിരിച്ചണ നേരത്തും വെള്ളം മന്ദിരിച്ചണ നേരത്തും ജിൽമക്കൾ വന്ന് തൂങ്ങണ നേരം. അപ്പൊ ഇതാണ് ചെന്നാല് നമ്മള് എണ്ണ തേച്ചിട്ട് നല്ല ചന്ദ്രിക സോപ്പ് തേച്ചാൽ ആ എണ്ണടും തുള്ളിയില്ലല്ലോ, അതേ വരച്ച് അതുകൊണ്ടാ വെച്ചുണ്ടാക്കലും. സഹോദരങ്ങളെ, മൂപ്പര് ഇത്ര സൂക്ഷ്മതയാ. നിങ്ങളെന്താ ഭക്ഷണം കഴിക്കാത്തത്? മറ്റൊന്നുമല്ല, ഈ ഓനയൊക്കെ വെട്ടിയിട്ടല്ലേ ചിലപ്പോ വാസുപാത്തി മൂത്രത്തി വീഴും. പിന്നെ അതെടുത്ത കൈന ജസാവും. കൈന ജസായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മന്ത്രിക്കുന്ന നേരത്തെ എന്തെങ്കിലും ജിന്ന് വന്ന് തൂങ്ങണ കൈയാണ്. അപ്പൊ എന്തെടുക്കാൻ പറ്റൂല, ജിന്ന് തൂങ്ങാൻ പറ്റില്ല. കാര്യം കയ്യിൽ മൂത്രം ഉണ്ടാവൂലേ. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തിന്നത്. അത്ര സൂക്ഷ്മതയാണ്. എന്തിനാണ് ഇങ്ങനെ സൂക്ഷ്മതയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു പ്രത്യേക കോലത്തിൽ നമസ്കരിക്കാൻ? മൂപ്പരനെ പറയുന്ന നമസ്കരിക്കാറില്ല എന്നൊക്കെ മൂപ്പരനെ പറയാൻ. അപ്പോ ഈ നമസ്കരിക്കാതെ ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ ആയിട്ട് ഇരിക്കണ എന്തിനാ? മറ്റൊന്നിനല്ല. എന്താ പിന്നെ ചെയ്യണ പണി? ഞാനിത് പറയുമ്പോ ചില ആൾക്കാർ വിചാരിക്കും, അല്ലെ ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കും, അത് മുജാഹിദീങ്ങൾ തന്നെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പച്ചപ്പുതപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അഭിനയിപ്പിച്ചതാണ് എന്നിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായ ഒരു വാർത്താ മീഡിയയിൽ വന്ന ഒരു ഔലിയാണ്. മറ്റേ മീഡിയയിലൊക്കെ ഇവിടെ പിന്നെ ചാനലിലേക്ക് കയറിയിരുന്ന ഒരു ഔലിയാണ്. അതുകൊണ്ട് ആ ഔലിയെ തന്നെ കൊണ്ടുവന്നത്. ഈ ഔലിയെ ചെയ്യുന്ന പണി എന്താ? ഈ കോലം കിട്ടിയിട്ട് എന്താ പിന്നെ ചെയ്യാനുള്ള പണി എന്താ? എടുക്കാനുള്ള പണി എന്താ? അയാൾ എടുക്കുന്ന പണി നിങ്ങളൊന്ന് കാണുക. ഔലിയയെ തേടി പലയിടങ്ങളിൽ നിന്നും ദുരിത നിവാരണാർത്ഥം ആളുകൾ എത്തുന്നു. ഏതുവിധ ബലാലു മുസീബത്തുകൾ, കൈവിഷം, മറ്റു കൂടിയ ആപത്തുകൾ, കൃഷി, കച്ചവടം ഇത്യാദി തൊഴിലുകളിലെ എല്ലാ ഹലാലായ മുറാദുകൾ, വിവാഹ സന്താന ഭാഗ്യങ്ങൾ, ഇവയ്ക്കൊക്കെ ഇവിടെ അള്ളാഹുവിന്റെ ശിഫ നേടിക്കൊടുക്കുന്നുവെന്ന് ദർഗാ ഷരീഫിന്റെ പ്രസ്താവന അവകാശപ്പെടുന്നു. പ്രാർത്ഥനയും തകിടെഴുതലും മന്ത്രിക്കലുമാണ് വിധികൾ. ഗൾഫ് പ്രവാസികളുടെ ആഗ്രഹ നിവൃത്തികളും മസ്താൻ നിറവേറ്റുന്നു. സഹോദരങ്ങളെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കും മൂപ്പര്.
എന്ത് പ്രശ്നമെങ്കിലും പരിഹരിച്ചു കൊടുക്കും. ഗൾഫ് പ്രവാസികളായ ആളുകൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ മൂപ്പര് പരിഹരിച്ചു എല്ലാ ആവശ്യവും നിർവഹിച്ചു കൊടുക്കുന്ന ആളാ. മൂപ്പരൊക്കെ ചെന്നാൽ ഒരു 10 നോട്ട് അല്ലെങ്കിൽ 50 നോട്ട് അല്ലെങ്കിൽ 100 നോട്ടൊക്കെ ആയിട്ട് നിന്നാല് കാര്യത്തിന്റെ ഗൗരവം പോലെ മൂപ്പരൊന്ന് കണ്ടാല് ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന. പക്ഷെ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരുടെ ആഗ്രഹമൊക്കെ നിറവേറ്റി കൊടുക്കും, നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് മൂപ്പരോട് ചോദിച്ചു. അപ്പൊ മൂപ്പരെന്താ പറയാ? അത് മൂപ്പര് തന്നെ പറയട്ടെ, നമ്മള് പറയണ്ടല്ലോ. ആഗ്രഹങ്ങളൊന്നുമില്ലേ? ആഗ്രഹങ്ങളുണ്ട്, 31 ആഗ്രഹങ്ങളുണ്ട്. അതെതൊക്കെയാണ് 31 ആഗ്രഹങ്ങൾ? 31 എന്റെ കുട്ടികളെ, എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിന്റെ പേര് ആയിസാബിയാണ്, രണ്ടാമത്തെ കുട്ടിന്റെ പേര് ഫാത്തിമത്ത് സൂറാബിയാണ്, ബീവിയാണ് രണ്ടും. അവരെ ഒരു സുന്നത്തോട് കൂടെ കല്യാണം കഴിച്ച് അവരും അവരെ പുതിയാപ്പിളയും കൂടി വരുന്ന് കണ്ടത് എനിക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്ന മട്ടാണ്. അതിനുള്ളൊരു ആശയാണ് എനിക്ക് ആകെ ഉള്ളൊരു ആശ. സഹോദരങ്ങളെ, മൂപ്പറുടെ ആഗ്രഹം ബാക്കിയാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുള്ളത് കൊണ്ടാണ് മൂപ്പർ ഈ കോലം കിട്ടിയത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ, പ്രയാസം ഉണ്ടായാൽ, ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി ഈ കോലം കിട്ടി ഇറങ്ങാ. ഓരോ കോലം കെട്ടി ഓരോന്നുണ്ടാക്കി ദീനിന്റെ പേരിൽ അല്ലെ. മനുഷ്യന്മാരിൽ എന്തൊക്കെ പണി ചെയ്യാണ്ട് നാട്ടില്, എന്തൊക്കെ പണി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? തുണിക്കച്ചവടക്കാരനായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പുല്ലുവെട്ടുകാരനായിരുന്നു അല്ലെ. പുല്ല് വെട്ടിയിട്ട് പിന്നെ കുതിരകളുള്ള മൃഗങ്ങളുള്ള വീടുകളിൽ കൊണ്ടുപോയിട്ട് വിതരണം ചെയ്ത് അത് കിട്ടുന്ന കാശുകൊണ്ട് ജീവിച്ചാൽ അലി റളിയല്ലാഹു അൻഹു. അലി തങ്ങളെ അഹ്ലു ബൈത്തിന്റെ തലവരല്ലേ. അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ പണിയെടുത്ത് ജീവിച്ച മനുഷ്യന്മാരാ സഹാബത്ത് അല്ലേ. പക്ഷേ എന്തെങ്കിലും ഒരു വേജാറുണ്ടായി കഴിഞ്ഞാൽ എന്തെടുക്കുക, ദീനിന്റെ പേരിലൊന്നും ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ പൈസ ഇട്ടാ, അതിന് ഹജ്ജിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ചെയ്തോളാം, നിങ്ങളുടെ ഹജ്ജൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ നിനക്ക് ഹജ്ജ് ചെയ്യണം, ഞാൻ മേടിച്ചു അത് മേടിക്കാം. ഇപ്പൊ നിനക്ക് ഹജ്ജ് ചെയ്യണം, ഞാൻ മേടിച്ചത് ഞാൻ ചെയ്തോളാം. എല്ലാം കൂടെ ഒറ്റ ഹജ്ജ്. മനസ്സിലായില്ലേ? എല്ലായിടത്തും ഹജ്ജ്. ഈ തട്ടിപ്പ് എന്തിനാ? സമ്പത്തിന് വേണ്ടിയോ? ദീന് വിറ്റിട്ട് കാശാക്കുകയോ, ഇസ്ലാം മതത്തെ വിൽക്കുകയോ, ആ വിൽക്കുന്നവന് കൂട്ടു നിൽക്കുകയോ, അവനെ കൊണ്ടു നടക്കുകയോ, അതിന് എന്താ പറയേണ്ട പേര്? എന്താണ് ദീനിൽ അതിന് പറയേണ്ട പേര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായിരുന്നു ഇതെങ്കിൽ തലവെട്ടിക്കളയും ഇല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായിരുന്നു ഇതെങ്കിൽ ഈ കാക്കനാട് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാര്, ദീനെ വിൽക്കുന്ന മനുഷ്യന്മാര്, അവര് എങ്ങനെയായിരിക്കും, അവരോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്നിട്ട് ഓശാന പാടുന്ന ഉലമാക്കന്മാർ മിണ്ടാൻ പാടില്ല, അത്രേ മിണ്ടാൻ പാടില്ല. ആരാ